ഞങ്ങളുടെ കാമയുടെ എല്ലാമെല്ലാമായ ശ്രീ ലിബി ബെഞ്ചമിൻ, പ്രസിഡന്റ്. ശ്രീ കെ സി ജോസഫ് സാർ, ശ്രീ പുന്നാല സാർ, മുഹമ്മദ് അഹമ്മദ് സാർ, സെക്രട്ടറി പ്രദീപ് സാർ, തണലിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രദീപ്, കേരള കലോത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ വിപിനൻ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ മലയാളി സുഹൃത്തുക്കളെ, ഇതുപോലൊരു സംരംഭം ഇവിടെ കൊണ്ടുവരുവാൻ ഏറെ പരിശ്രമിച്ചുകൊണ്ടാണ് കോൺഫെഡറേഷൻ തണലും ചേർന്ന് വളരെ നാളുകളുടെ പരിശ്രമം. ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ കളറ് പോലെയുള്ള ഉടുപ്പണിഞ്ഞ അനേക വ്യക്തികളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെല്ലാം ഇതിൻ്റെ ഓരോ തൂണുകളാണ്. ഓരോ രീതിയിലുള്ള വർക്കുകൾ ഏറ്റെടുത്ത് പല ഭാഗത്തായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവർ. ആ ഉടുപ്പ് കാണുമ്പോൾ ചിന്തിക്കണം, പ്രസിഡന്റിനെ പോലെ അല്ലെങ്കിൽ കൺവീനറെ പോലെ തുല്യ പ്രാതിനിധ്യമുള്ളവരാണ് അവരെന്നും ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ നോട്ടീസ് അടിയും വിതരണവും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വന്ന കലാകാരന്മാർക്ക് വേണ്ടി താമസ സൗകര്യം, ഭക്ഷണം തുടങ്ങിയ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കയറി എന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഇന്ന് ഇവിടെ പരിപാടി കഴിയുകയില്ല. കേരളത്തിൽ എന്നെ ഇവിടെ ആനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ആനയിക്കുന്ന വ്യക്തിയായ ശ്രീ എം എബ്രഹാം നിങ്ങളോട് പറയുകയുണ്ടായി, ഇവിടെയുള്ള മലയാളികൾക്ക് വേണ്ടി, ആയിരക്കണക്കിന് മലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരിൽ നിന്ന് വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ എന്നെപ്പോലെ തന്നെ നിങ്ങളുണ്ട് എങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി NOC തന്നതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്ക് ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഇന്ന് രാവിലെയും അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ എന്നെക്കൊണ്ട് കഴിയാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, സാർ ഇത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, സാറിൻ്റെ പേരെടുക്കാൻ പോവുകയാണ്, ആ പേരെടുത്ത് മുമ്പോട്ട് ധൈര്യമായി പൊയ്ക്കൊള്ളൂ എന്ന് പറയുവാനിടയായിത്തീരും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി. 2006 ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞ് പുറകിലത്തെ സീറ്റിൽ ഞാനും അദ്ദേഹവും മുൻ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ മകനുമായി യാത്ര ചെയ്ത് ആലപ്പുഴ ഭാഗങ്ങളിലൂടെ പോയപ്പോൾ വെളുപ്പിന് ഏകദേശം ഒരു 1:30 സമയത്ത് ഒരു ഫോൺ കോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫോണിലേക്ക് കടന്നു വന്നേച്ച് ഇപ്രകാരം പറഞ്ഞു. ഉടനെ മോനെടുത്തോണ്ട് പറഞ്ഞു, മുഖ്യമന്ത്രി റെസ്റ്റ് എടുക്കുകയാണ്, നാളെ വിളിക്കാൻ. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ മുഖ്യമന്ത്രി മകനോട് ചോദിച്ചു, എന്തുവാടാ നീ അങ്ങനെ പറഞ്ഞ്? അവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഫോണിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊരു സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, എല്ലാ ആസ്തിയും അവരുടെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുകയാണ്. മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ലീഗൽ ഹയർ വന്നതിന് ശേഷം അവരുടെ ഭർത്താവിൻ്റെ ഒരു പൈസയെങ്കിലും അവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. 1 രൂപ പോലും ഉപയോഗിക്കുവാൻ കഴിയാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്ന ഈ പണക്കാരിയായ സ്ത്രീ, പണമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. അവർക്ക് ഏറെ നാൾ മുമ്പേ ഉമ്മൻചാണ്ടിയുടെ നമ്പർ കിട്ടിയെങ്കിലും വിളിക്കുവാനൊരു ഭയം. മുഖ്യമന്ത്രി എങ്ങനെയാണ് വിളിക്കുക? ഇന്ന് വിളിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിക്കണം, ഇല്ല ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സാഹചര്യത്തിൽ അവർ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി അവിടുത്തെ കളക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു, ആ സ്ത്രീയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അതിനൊരു പരിഹാരം കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. പകൽ 1 മണി നേരത്ത് പോലും ഫോൺ എടുത്ത് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അതുപോലെ തന്നെ കേരളത്തിൽ ഞങ്ങൾ പലപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലങ്ങളിൽ ഡെഡ് ബോഡികൾ കാണുവാനായിട്ട് രാത്രി സമയങ്ങളിൽ ഞാൻ തിരുവനന്തപുരം പോകുന്ന സമയത്ത് കാണാറുണ്ട്. ഒരിക്കൽ കോട്ടയത്ത് ട്രെയിൻ ഇറങ്ങി ഞാനും അദ്ദേഹം ഗസ്റ്റ് ഹൗസിലെത്തി. ഉടനെ സുരേന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിളിച്ചു ചോദിച്ചു, എത്ര പേര് മരിച്ചു ഇവിടെ എന്ന് ചോദിച്ചു. 64 പേര് മരിച്ചു. എത്ര ഡെഡ് ബോഡികളുണ്ട്? 14 ഡെഡ് ബോഡികളുണ്ട്. ഞാൻ ലിബി അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്, ഇതെല്ലാം കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറയാനായി തീർന്നു. ഒരു രാത്രി ഞങ്ങളിങ്ങനെ പോയ സമയത്ത് റോഡ് ബ്ലോക്കായി. സമയം 12:30 കഴിഞ്ഞു. ഉടനെ ഡ്രൈവർ പറഞ്ഞു, റോഡ് ബ്ലോക്കായല്ലോ സാർ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു, നീ കുറച്ച് പുറകോട്ടെടുക്ക്. അങ്ങനെ വഴി കറക്റ്റായിട്ട് പറഞ്ഞ് അവിടെ എത്തിക്കുവാനായിട്ട് സാധിച്ചു. ഏതൊരു മനുഷ്യൻ്റെ പ്രശ്നത്തെയും ഏത് സമയവും നോക്കാതെ, പാതിരാത്രി എന്നാകട്ടെ പകലെന്നാകട്ടെ ആരെന്നാകട്ടെ, അറിയാവുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ, ഒരു സഹായ ഹസ്തവുമായി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി.
ആരെയും വിശ്വസിക്കാതെ ഒരു മനുഷ്യന് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ? കടന്നു വരുന്നവരൊക്കെയും സംശയ ദൃഷ്ടിയോടെ നോക്കുന്ന രീതിയാണെങ്കിൽ ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ NOC കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ കടന്നു വരുമ്പോഴാണെങ്കിൽ പോലും എൻ്റെ ഒന്നുമില്ല, ഞാനൊരു മിഡിൽ മാൻ മാത്രം, പോസ്റ്റ്മാൻ മാത്രം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ മോശമായി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന സേവനത്തെ നിങ്ങൾ എത്തിക്കുവാൻ സാധിക്കില്ലെന്ന് ഓർക്കുകയാണ്. ശ്രീ KC ജോസഫ് അവറുകൾ ഇങ്ങനെ ഒരു കേരള കലോത്സവത്തെക്കുറിച്ച് ഞാൻ CMന്റെ അടുത്ത് ചെന്നു. ഉടനടി തന്നെ അദ്ദേഹം അതിനകത്ത് എഴുതി, ശ്രീ മിനിസ്റ്റർ കൾച്ചർ പ്ലീസ് കൺസിഡർ ദിസ്. ഞാൻ ലിഫ്റ്റിലാണ് ശ്രീ KC ജോസഫ് സാറിനെ കണ്ടത്. KC ജോസഫ് സാർ ചെയ്യുമെന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞതിൻ്റെ ബലത്തിൽ മാത്രമാണ് അങ്ങോട്ട് പോകുവാനായിട്ട് സാധിച്ചത്. അവിടെ ചെന്നു. ഇത്രത്തോളം കലകളെ കേരളത്തിന് പുറത്ത് ശ്രീ പ്രദീപ് സാറ് പറഞ്ഞതിൻ്റെ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. ഫോക്ലോർ അക്കാഡമിയുടെ സെക്രട്ടറി ഓരോ സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും കലകളെ കേരളത്തിന് പുറത്തേക്ക് കേരള സർക്കാർ അയച്ചു കൊടുക്കുന്നത്. അത് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ വെറുതെ പറയുകയല്ല, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനിടയായിത്തീർന്നിരിക്കുകയാണ്. ട്രെയിനിൻ്റെ കാര്യത്തെക്കുറിച്ചും എബ്രഹാം സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യത്തിന് അധികമായി പറഞ്ഞു, ആര് പറഞ്ഞു എന്നുള്ളതല്ല, ജനങ്ങളിലേക്ക് കാര്യം എത്തിക്കുക എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. പുണ്ണാല സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലയാളികളുടെ ഏതാവശ്യമാകട്ടെ എന്നെ ഒരു സഹോദരനെ പോലെ വണ്ടി നിർത്തിക്കയറ്റിക്കൊണ്ട് വിളിച്ചു കൊണ്ടുപോകും. അതുപോലെ ആർക്കാണ് പ്രശ്നങ്ങളുള്ളത്, പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമോ മറ്റേരിയയിൽ വിളിക്കുമോ, ശ്രീ ഇവിടുത്തെ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആയിരിക്കുന്ന ശ്രീ പുണ്ണാല സാർ ഒരു സമയം രാത്രിയാണെങ്കിൽ പോലും ഫോൺ എടുത്ത്, കഴിഞ്ഞ ദിവസം ഒരാളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടു, എത്ര പറഞ്ഞിട്ടും വിടുന്നില്ല. രാത്രിയായി അവരുടെ ഭാര്യമാർ എന്നെ വിളിക്കാൻ തുടങ്ങി. അവർക്ക് പേടി, കാരണം സ്വന്തം ഭർത്താവ് പോലീസ് സ്റ്റേഷൻ്റെ ജയിലിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്കറിയില്ല, സ്വന്തം സുഹൃത്തുക്കൾ കിടക്കുമ്പോൾ അറിയില്ല. രാത്രി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അവരഴിച്ചു വിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കടന്നു വന്ന് ലോക്കപ്പിൻ്റെ ഉള്ളിൽ ഞാൻ കിടക്കുമെന്ന് പറഞ്ഞ് അവരഴിച്ചു വിടുവാനായിട്ടിടയായിത്തീർന്നു. ആ വിഷമം അറിയണമെങ്കിൽ നിങ്ങൾ പോലീസ് പിടിക്കണം. എന്തിനാ? ലൈസൻസ് ഇല്ലാന്ന് പിടിക്കുമ്പോൾ വിളി തുടങ്ങും. അപ്പോൾ സ്വന്തമായ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന അനേകം മന്ത്രിമാരിൽ മുൻനിരയിൽ നിൽക്കുന്ന മന്ത്രിയാണ് ശ്രീ പുണ്ണാല സാർ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും കടന്നു വന്നവർ നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ണൂരുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ജാതി വർഗ വ്യത്യാസം കൂടാതെ എല്ലാവരും ഒരേ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. കോൺഫെഡറേഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഞാൻ അധികം ദീർഘമായി സംസാരിക്കുന്നില്ല, കലകൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. ഒരേ മനസ്സോടുകൂടിയാണ് ക്യാമ ഇന്ന് മുമ്പോട്ട് കടന്നു പോകുന്നത്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഞാനൊരു ടെസ്റ്റിംഗ് പറഞ്ഞുതരാം. ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് പ്രസിഡൻ്റായി എന്നോട് ചോദിക്കുക, 5 മിനിറ്റ് കഴിഞ്ഞ് സെക്രട്ടറി ചോദിക്കുക, 5 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി വൈസ് പ്രസിഡന്റ് ചോദിക്കുക, അതിൻ്റെ ബാക്കി ഒരു കമ്മിറ്റി മെമ്പറോട് ചോദിക്കുക. എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും, അതിനകത്ത് വ്യത്യാസമില്ല. പൊതുജന രംഗത്ത് അവരുടേതായ സമയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇന്ന് നോർക്കയുടെ പ്രവർത്തനങ്ങൾ എത്രയോ പേർക്ക് ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രി KC ജോസഫ് സാറിൻ്റെ സഹായം കൊണ്ട് നോർക്കയുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം അനേക വ്യക്തികളുടെ ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുപോകുവാനായി 10,000-ഉം 15,000-ഉം 2 ലക്ഷം രൂപയും അങ്ങനെ പ്രകടനങ്ങൾ കൊടുത്തത് കേരളത്തിൻ്റെ നോർക്ക വകുപ്പ് ഇഷ്യൂ ചെയ്ത പ്രവാസി ID കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗുണ്ടൂരിൽ മരിച്ചു വീണ മനു-മോഹൻ ചെറ്റക്കുടിലിൽ കിടക്കുന്ന, അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനത്തുള്ള വീടുകൾ കുറവാണ്, ഉണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മതി, അടൂരിലുള്ള ആ പയ്യന് 2 ലക്ഷം രൂപ, വീണ്ടും 50,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ, വാറങ്ങളിൽ മരിച്ചു വീണവർക്ക്, അങ്ങനെ പല സ്ഥലത്തും മരിച്ചവർക്ക് സഹായം കൊടുക്കുവാൻ സാധിച്ചത് നമ്മുടെ മന്ത്രിയായിരിക്കുന്ന ശ്രീ KC ജോസഫ് സാറിൻ്റെ അതേ അംഗീകാരത്തോടു കൂടെയാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കടന്നുപോയി മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഇപ്പോൾ കൾച്ചറൽ വിങ്ങിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ കേട്ടിട്ടില്ലാത്ത, പോട്ടെ എന്തിനാ കേട്ടിട്ടില്ലാത്ത, നമ്മുടെ ഇവിടെയുള്ള കലാകാരന്മാർ പോലും പലരും പോലും കണ്ടിട്ടില്ലാത്ത കലകളാണ് നമുക്കിന്ന് ഇവിടേക്ക് അയച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ ഏറെ കാര്യങ്ങൾ ചെയ്തു തന്ന സാറ് നിങ്ങളിവിടെ വരുമ്പോൾ ഒരു മന്ത്രി എന്ന രീതിയിലല്ല, ഞങ്ങളെ കൺസിഡർ ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചവിടെ സന്തോഷമുണ്ട്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ കളറിലുള്ള ഉടുപ്പിട്ടവർ അല്ലാത്തവർ ഭാരവാഹികളൊരൊക്കെ ഒന്ന് കൈ കൊടുത്തേച്ച് പോകണം. അവർ എന്നോടൊപ്പം തുല്യ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. ദൈവം ഉമ്മൻചാണ്ടി സാറിനെ പരിചയപ്പെടുത്തി തന്നതാണ്. ഇവിടെയുള്ളവർക്കും
എൻ്റെ ജീവിതത്തിലും എനിക്ക് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും നിങ്ങളെ സഹായിക്കുവാൻ സാധിച്ചുള്ളൂ. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതാണ്. അറിഞ്ഞത് പറഞ്ഞില്ല എങ്കിൽ അറിയാത്തവൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന ഉദ്ദേശത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സാർ നിങ്ങളോട് സംസാരിച്ചു, പുന്നാല സാർ സംസാരിച്ചു, ഇനി മന്ത്രി സംസാരിക്കാനുണ്ട്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഏറെ പറയാനുണ്ടെങ്കിലും ഇനിയുള്ള അവസരങ്ങളിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണം നേർന്നുകൊണ്ട്, ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു സർ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ